പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവേ, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ,
അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കഴിഞ്ഞ ദിവസമേ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പ്രദീപ് അച്ഛൻ. അദ്ദേഹം അവിടെയാണ്, ഇസ്രയേലിലാണ്. അപ്പോൾ അദ്ദേഹമാണ് അവിടെ ഇസ്രയേലിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി എന്നെ ഒരു 5-8 മാസം മുമ്പ് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഞാനവിടെ പത്രോസ് ഇസ്രയേലി മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ കിഴക്കേക്കരയാണെന്ന് തോന്നുന്നത്. പത്രോസ് താമസിച്ച സ്ഥലമുണ്ട്, യോപ്പ. അപ്പം നമ്മുടെ അവിടെ ആ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അത് ഒരു ആശ്രമമാണ് ഇപ്പോഴും. ആ ആശ്രമത്തിലാണ് ഞാൻ താമസിച്ചത് ഒരു 4 ദിവസം പ്രാർത്ഥനാപൂർവ്വം. അപ്പോൾ ആ യോപ്പ, അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. നടപടി പുസ്തകം 11:5 എടുത്തേ. ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ദിവ്യാനുഭൂതിയിൽ ഒരു ദർശനമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് വലിയ വിരിപ്പ് പോലെ ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഇറക്കുന്നത് ഞാൻ കണ്ടു. അത് എന്റെ അടുത്ത് വന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ 4 കാലികളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശപ്പറവകളെയും കണ്ടു. എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. പത്രോസേ, എഴുന്നേൽക്കുക. നീ ഇവയെ കൊന്ന് ഭക്ഷിക്കുക. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, കർത്താവേ, ഒരിക്കലുമില്ല. ഹീനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് രണ്ടാമത് ആ സ്വരം പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത്, ഹീനമെന്ന് വിളിക്കരുത്. ബൈബിളിൻ്റെ നിലപാട് കണ്ട, അതായത് ഇതിന് ശേഷം സംഭവിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ ഹീനമെന്ന് വിളിക്കരുത്. അപ്പം ഇതിന് ശേഷം പത്രോസ് ആ യോപ്പായിലെ വീട്ടിൽ മുട്ട് കേൾക്കും. അപ്പോൾ തുറക്കുമ്പോൾ 3 പേര് നിൽക്കും. അപ്പോൾ എന്താ വന്നെന്ന് ചോദിക്കും. അപ്പോൾ കെസ്രയിലേക്ക് വന്ന് അങ്ങ് ഞങ്ങളോട് കർത്താവിനെക്കുറിച്ച് പറയണമെന്ന് പറയും. അപ്പോൾ അവരോട് ഒരു ശങ്കയുമില്ലാതെ ഈ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ, കെസറിയ യഹൂദന്മാരുടെ സ്ഥലമല്ലായിരുന്നു, അത് വിജാതിയുടെ സ്ഥലമാണ്. അപ്പോൾ പക്ഷേ പത്രോസ് ഈ ദർശനത്തിന് മുമ്പാണെങ്കിൽ പോകത്തില്ല. കാര്യം എന്താണ്? വിജാതിയർ, ഹീനജാതികളെന്നുള്ളതാണ് ഈ യഹൂദൻ കണക്കാക്കിയിരിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു കണക്കതാണ്. ഇപ്പം തന്നെ ബെൻ മെനേഷെ എന്നും പറഞ്ഞ്, മനാസെ എന്നും പറഞ്ഞ് മണിപ്പൂരിൽ നിന്ന് കുറേ യഹൂദന്മാർ ഇപ്പം ഇസ്രയേലിലേക്ക് പോകുന്നില്ലേ? പോയി. അവർ 250 പേര് പോയി. ഇപ്പം ബെൻ മെനാഷെ എന്ന് പറയണത് ഈ BC 720, നമുക്ക് പിന്നീട് കാണാം ആ വിഷയത്തെക്കുറിച്ച്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ യഹൂദന്മാർ മറ്റുള്ളവരെ കാണുന്നത് ഹീനജാതിയായിട്ടാണ്. അതാണ് ഈ പത്രോസ് പറയണത്. അപ്പോൾ ദൈവം ഉടനെ പത്രോസിനെ തിരുത്തും, ആരും ഹീനജാതി എന്ന് കാണരുതെന്ന് പറയും. പക്ഷേ എന്താ വിഷയം വെച്ചാൽ ഇത് യഹൂദന് ഇത് തലയെ പിടിച്ച സാധനമാണ്. എന്താണ്? അവർ മാത്രം സവർണർ, മറ്റുള്ളവരെല്ലാം ഹീനജാതി എന്ന്. അപ്പോൾ ദൈവം, ബൈബിൾ അതിൻ്റെ നിലപാട് വ്യക്തമാക്കണമല്ലേ. എല്ലാ ജാതികളെയും കൊണ്ടുവന്ന് പത്രോസ് മുമ്പിൽ കൊണ്ടുവന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞ്, ഐ വിൽ നോട്ട് ടേക്ക് ഇറ്റ്. പറഞ്ഞ നിനക്ക് ഇത് ഇവരെ ഇവരുടെ കാര്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പ് ഹീനജാതിയില്ല.
അവർണനുമില്ല, സവർണനുമില്ല. ഇവനെന്താണ്? ഞാൻ വിശുദ്ധീകരിച്ചതിനെ നിങ്ങൾ അശുദ്ധമെന്ന് വിളിക്കരുത്. പക്ഷേ ഈ ബൈബിള് കേരളം സ്വീകരിച്ചില്ല. കേരളം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇവിടെ ബൈബിൾ മതിയായിരുന്നു ഉച്ചനീചത്വം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ എന്താ കാര്യം? ബൈബിൾ ആദ്യം സ്വീകരിച്ചവർ, ഈ സമൂഹം സ്വീകരിച്ചവർ, അവർ മറ്റുള്ളവരാരെയും കർത്താവ് പറഞ്ഞ പോലെ നിങ്ങളോ പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. അങ്ങനെ തടഞ്ഞ് മറ്റുള്ളവരെ, അവർ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുറവാണ്. മറ്റുള്ളവർ, അവർ താഴ്ന്ന ജാതിക്കാർ ഞങ്ങളുടെ വിശ്വാസമുള്ളവരാണെന്ന് പറയുമ്പോൾ, സഹോദരങ്ങളാണെന്ന് പറയുമ്പോൾ പറയാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ മൂഢജാതികൾ എന്ന് പറയാവുന്ന സവർണ തിമിരം ബാധിച്ച ആൾക്കാരാണ് ബൈബിള് ആദ്യകാലങ്ങളിൽ സ്വീകരിച്ചത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കേരള സഭയിൽ വളർച്ചയില്ലാതിൻ്റെ ഒരു നല്ലൊരു കാലഘട്ടം. പൊട്ടിസുകാർ വരുന്നവരെ നമുക്ക് പറയാം. ഇവിടെ എന്നാ സംഭവം പറഞ്ഞാലും പൊട്ടിസുകാർ വരുന്നവരെ പരിശുദ്ധ പ്രവർത്തനമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? ബൈബിൾ സ്വീകരിച്ചവരെ അത് കൈമാറാനും മറ്റുള്ളവർക്ക് കൈമാറാൻ തയ്യാറായില്ല. പൊട്ടിസുകാർ വന്നിട്ട് പോലും ഭയങ്കര മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരുന്നതിന് തടയാൻ വേണ്ടി ഭയങ്കര വിപ്ലവമൊക്കെ നടത്തി. നമ്മൾ കൂനംകുരിശെന്നൊക്കെ പറഞ്ഞ് വിപ്ലവം എന്ന് പറഞ്ഞാലും അത് വിദേശ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പെന്നൊക്കെ പറഞ്ഞാലും ലത്തീൻ സഭയിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ലത്തീൻ സഭയിലേക്ക് വന്ന് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളെ പിടിക്കാൻ ദൈവരാജ്യത്തിൻ്റെ വലയിറക്കിയവർ വന്നപ്പോഴേ ആണ് ഇവിടെ പ്രശ്നമായത്. ആ ഒരു സഭയിലേക്ക് കൂട്ടുകൂടാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞാണ് കുറേ സവർണർ മാറി നിന്നത്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ജാതിയാണ് വരുന്നിരിക്കുന്നത്. അടിയിലിൻ്റെ അടിയൊഴുക്കിലെല്ലാം വന്നിരിക്കുന്നത് വിശ്വാസമല്ല, ശരിക്കും പറഞ്ഞ ജാതിയാണ്. പക്ഷേ പത്രോസിന് ആദ്യമേ ദൈവം ചികിത്സിച്ചതാണിത്. എന്താണ്? ദൈവം വിശുദ്ധീകരിച്ചതിനെ നിങ്ങൾ മേൽക്കോയ്മയുടെ സവർണാധിപത്യത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഇവിടെ എന്താ വിഷയം? ആദ്യം ബ്രാഹ്മണരാണെന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാൽ പിന്നെ കർവാപ്പസി അവലൊക്കെ നടത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പം തിരിച്ചു പറയാൻ കണ്ടില്ലേ, ഞങ്ങൾ ലോസ്റ്റ് ട്രൈബ്സ് ആണെന്ന് പറഞ്ഞാൽ എന്താ? അപ്പോഴും എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഈ സവർണ ആധിപത്യം സുവിശേഷത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ മുകളിലേക്ക് ആണിത് വരുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുകളിലേക്ക് സവർണാധിപത്യം വരുന്ന ഒരു പ്രതിസുവിശേഷവൽക്കരണം കേരളത്തിൽ വളരെ സ്ട്രക്ചറലൈസ്ഡായിട്ട് നടക്കുന്നതിന് സഭ കരുവാകുന്നുണ്ടോ എന്ന് കേരള സഭ ചിന്തിക്കേണ്ടതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി നിർത്തിയിരിക്കുന്നതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായി കോടാനുകോടി നന്ദി പറയുന്നു. ഇതെൻ്റെ ഭർത്താവ് അനിൽ കുമാർ, ഇതെൻ്റെ മകൻ അനന്തു അനിൽ. എൻ്റെ പേര് സുജാത അനിൽ. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ കുമ്മണ്ണൂർ എന്ന സ്ഥലത്തു നിന്നും വരുന്നു. ഞാൻ ഇത് രണ്ടാമതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ദൈവമാതാവ് കൃപ തന്നിരിക്കുന്നത്. ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ 3 പ്രാവശ്യം സാക്ഷ്യം എഴുതി കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യത്തിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ ഭർത്താവ് ഒരു ഡ്രൈവറാണ്. അദ്ദേഹം ഇടപ്പാൾ എന്ന സ്ഥലത്ത് ഓട്ടം പോവുകയും യാത്രക്കാരുമായി അവിടെ വെച്ച് യൂറിൻ പോകാതെ വരികയും 3-4 പ്രാവശ്യം നോക്കിയിട്ട് യൂറിൻ പാസ് ചെയ്യാതെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. അവിടെ നിന്ന് അത് എന്തോ മിസ്റ്റേക്ക് കാരണം യൂറിൻ ട്യൂബ് ഇട്ടപ്പോഴത്തേന് യൂറിൻ പോകുന്നതിന് പകരം ബ്ലഡാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിലെത്തുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാമെന്ന്
പറഞ്ഞോളാൻ പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം ചെയ്യുകയും അവിടെ നിന്ന് എൻ്റെ മോള് ചെന്ന് ഇത്രയും ദൂരമാണല്ലോ, അവിടുന്ന് വണ്ടിയിൽ കൂട്ടിക്കൊണ്ട് വന്ന് പാലാ മെഡിസിറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഇത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം നേരത്തെ അഡ്മിറ്റാക്കിയിരുന്ന ഹോസ്പിറ്റലിലും ഓപ്പറേഷൻ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം അവിടെ കിടക്കുകയും വീണ്ടും തിരിച്ച് വീട്ടിൽ വരികയും വീണ്ടും ഇവർ ട്യൂബ് ഊരി നോക്കിയിരുന്നു. പക്ഷേ യൂറിൻ ഒരു തരവും പാസ് ചെയ്യാതെ വയറ് വീർത്ത് വരികയും വല്ലാത്ത ബുദ്ധിമുട്ട് വരികയും ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ആദ്യമേ ഫോട്ടോ എടുത്തുകൊണ്ടാണ് വന്നത്, അച്ഛനെ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ. പക്ഷേ പറ്റിയില്ല, ആളിനെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ഈ ട്യൂബ് ഇട്ട അവസ്ഥയിൽ തന്നെ വണ്ടി പിടിച്ച് യൂറിൻ ബാഗോടുകൂടി ഇവിടെ കൊണ്ടുവരികയും നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ മാതാവ് കൃപ തരികയും ജോസഫ് അച്ഛൻ്റെ ഒറ്റ കൈവപ്പ് പ്രാർത്ഥനയും സൈത്ത് പൂശലോടും കൂടി ആ വലിയ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്ന സംഭവം മാറിപ്പോവുകയും പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ അവർ ട്യൂബ് ഊരി തരികയും ചെയ്തു. ഇപ്പോൾ ഓപ്പറേഷനൊന്നുമില്ലാതെ രോഗം സൗഖ്യപ്പെട്ടു. അമ്മ മാതാവും ഈശോയും തന്ന ഈ വലിയ കൃപയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്, എനിക്കിത് വളരെ കൃത്യമായിട്ട് പറയാനൊന്നും അറിയില്ല, എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം. ഇപ്പോൾ ഒരു ചെറിയ ടാബ്ലറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. എൻ്റെ ഭർത്താവിന് ഈ രോഗസൗഖ്യം കണ്ടിട്ട് വേറെ ആളിനെയും ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അവർ അച്ഛനെ കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, വന്നിട്ടില്ല. അച്ഛൻ സൈത്ത് പൂശി എൻ്റെ ഭർത്താവിന് വയറിൽ അച്ഛൻ തന്നെ പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ആ ട്യൂബ് ഊരാൻ കഴിഞ്ഞു. യൂറിൻ ബാഗ് ഊരി കളയുകയും ഒരു 2 മാസത്തോളം ട്യൂബിട്ട് യൂറിൻ ബാഗുമായിട്ട് നടക്കേണ്ടി വന്നു. വലിയ അസ്വസ്ഥതയായിരുന്നു. അത് കാരണം എവിടെയും പോകാനോ കിടക്കാനോ എപ്പോഴും ഈ യൂറിൻ ബാഗ് ആയിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങളുടെ ഒരു 10 വർഷമായിട്ട് വിൽക്കാതെ കിടന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഹൈ റേഞ്ചിൽ. അത് പല പണിയും നോക്കിയിരുന്നു. ഞങ്ങൾ ഹിന്ദുക്കളാണ്, അതൊരു താഴ്ചയുള്ള സ്ഥലമായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ താമസിക്കുന്ന വീട് സ്ഥലവും ജപ്തി നോട്ടീസും വന്ന് കിടക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഈ സ്ഥലം വിൽക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇപ്പം തക്ക സമയത്തിന്മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് ഈ ഞങ്ങളുടെ ഹൈ റേഞ്ചിലെ സ്ഥലം ഇപ്പോൾ വിറ്റ് തന്നു. ഇപ്പോൾ അഡ്വാൻസ് കിട്ടിയ അതിൻ്റെ ഒരു ചെറിയ വിഹിതവുമായിട്ടാണ് ഞാനിപ്പോൾ അമ്മ മാതാവിന് നന്ദി പറയാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നത്. അമ്മ മാതാവ് മാധ്യസ്ഥ അപേക്ഷിച്ച് തിരുക്കുമാരനോട് ഓരോ ദിവസവും കൃപകൾ വാങ്ങി തന്നുകൊണ്ടേയിരിക്കുന്നതിന് ഞാൻ ഹൃദയത്തിൽ നിന്നും കോടാനുകോടി നന്ദി പറയുന്നു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഞാൻ ബാങ്കിലേക്ക് പോയിട്ടില്ല. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞതിന് ശേഷം ബാങ്കിൽ പോകാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മകന് കിട്ടിയ രോഗസൗഖ്യം ആണ്. അവന് രോഗസൗഖ്യം കിട്ടിയിട്ട് 1 വർഷമായി. അവൻ സ്ഥലത്തില്ലായിരുന്നു. അവൻ വിദേശത്ത് സീഷൽ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലിയായിരുന്നു, ഗ്രാഫിക് ഡിസൈനറായിട്ട്. അപ്പോഴത്തേന് അവിടെ ചെന്ന് അവിടുത്തെ ഫുഡ് പിടിക്കാതെ വരികയും പാൻക്രിയാസ് അസുഖം ഉണ്ടാകുകയും ചെയ്തു. 2-3 പ്രാവശ്യം വിദേശത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും നാട്ടിൽ വരികയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തിട്ട് കാരണം കണ്ടുപിടിച്ചില്ലായിരുന്നു. ആദ്യമേ ഒരു തരത്തിലുള്ള ഭക്ഷണങ്ങളും എരിവോ പുളിയോ ഒന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ശരിക്കും പച്ചച്ചോറും തൈരും മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പച്ചക്കറി വെറുതെ അരിഞ്ഞ് സബോളയും ഉള്ളി ഇട്ടിട്ട് പറ്റിച്ചായിരുന്നു കൊടുത്തിരുന്നത്. ഒരു കറിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ വയറ്റ് വേദന, വയറ് കല്ല് പോലെ കിടക്കുക ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ മോനെ ഇവിടെ കൊണ്ടുവരികയും ജോസഫ് അച്ഛനെ കാണാൻ മാതാവ് കൃപ തരികയും മാതാവ് ഈശോയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് കൃപ തരികയും ജോസഫ് അച്ഛൻ ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛനെ കാണാൻ പറ്റുകയും അദ്ദേഹം ഒറ്റ പ്രാവശ്യം കൈവപ്പ് ശുശ്രൂഷയും സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയോടും കൂടി ആ വലിയ രോഗത്തിന് ദൈവമാതാവ് സൗഖ്യം നൽകി. ഇന്ന് വരെ ആ അസുഖം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം, മോന് ആ സമയത്ത് വിദേശത്തെ ജോലി നഷ്ടപ്പെട്ടു പോയി. അതിനിടയ്ക്ക് ഇവൻ്റെ വിവാഹം ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ട് പോയിരുന്നു. ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് നടത്തിത്തരണേ മാതാവേ. ഞങ്ങളുടെ കയ്യിൽ അന്ന് 5 പൈസ പോലും ഇല്ല. ആ നാട്ടിലെ ഏറ്റവും വലിയ കല്യാണം മോൻ്റെ ആയിരുന്നു. അത്രയ്ക്കും വലിയ ഭംഗിയിൽ മാതാവ് തിരുക്കുമാരനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് ആ വിവാഹം നടത്തി തന്നു.
അതിനുശേഷം മോന് ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളൊരു ചെറിയ ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഒരു ദിവസം ഞാൻ വന്നപ്പോഴത്തേനും മോൻ പറഞ്ഞു, അമ്മ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ട്. ഒരു തിങ്കളാഴ്ച വൈകുന്നേരമാണ് മോൻ എന്നോട് പറയുന്നത്, അമ്മ വ്യാഴാഴ്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇൻ്റർവ്യൂ, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, മോനെ നീ പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ വായിൽ അപ്പോൾ വന്ന് ഈ തിങ്കളാഴ്ച രാത്രിയിൽ അവന് ഓക്കെ പറയും. ചൊവ്വ ബുധൻ ഈ 2 ദിവസം കൊണ്ട് അതിൻ്റെ പേപ്പറുകൾ, വിസയും ടിക്കറ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വ്യാഴാഴ്ച രാവിലെ അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് കൂടുകയും ആ ഇൻ്റർവ്യൂവിൽ വിജയിക്കുകയും അമ്മ മാതാവും തിരുക്കുമാരനും ഗ്രാഫിക് ഡിസൈനർ എന്ന ജോലി തന്നെ ഒമാനിലുള്ള ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ജോലി 3 ദിവസം കൊണ്ട് വിസിറ്റിംഗ് വിസയിൽ പോയി ജോലി നേടുകയും ചെയ്തു. എന്നിട്ട് 3 മാസം അവിടെ നിൽക്കുകയും അതിനുശേഷം നാട്ടിൽ പോരുകയും ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോമായിട്ട് മോന് ഇഷ്ടപ്പെട്ട തന്നെ ജോലി ദൈവമാതാവ് ഈശോയോട് മാധ്യസ്ഥത അപേക്ഷിച്ച് സമയത്തിന്മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് തന്നു. അമ്മ മാതാവ് ഇതുപോലെ നിരവധിയായ കൃപകൾ തക്ക സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും കടബാധ്യത ഞങ്ങൾക്കുണ്ട്. പക്ഷേ നാളെ എവിടെ നിന്ന് കൊടുക്കും അറിയത്തില്ലാതെ. അപ്പം എനിക്കൊരു ദൈവവചനം എപ്പോഴും വരും, നാളെ എന്ത് നടക്കുമെന്നതിനെ ചൊല്ലി നീ ഭാരപ്പെടേണ്ട, ദൈവം നിനക്കായി കരുതിക്കൊള്ളും. അപ്പോൾ എൻ്റെ ചിന്ത, നാളെ ദൈവം എനിക്ക് വേണ്ടി കരുതുമല്ലോ, ഞാൻ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അതുപോലെ എൻ്റെ ടെൻഷൻ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ വളരെയധികം കുറഞ്ഞു പോയി. മറ്റത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലത്തെയുള്ള ടെൻഷൻ വരുമായിരുന്നു ഓരോ പ്രശ്നം വരുമ്പോൾ. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ മാതാവും ഈശോയും എന്നോടൊപ്പം ഉണ്ടെന്നുള്ള എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഓരോ ദിവസവും ഓരോ നിമിഷവും എൻ്റെ അമ്മ മാതാവും ഈശോയും നിരവധിയായ കൃപകൾ, എണ്ണിയാൽ തീരാത്ത അത്രയും കൃപകൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇനിയും എൻ്റെ അമ്മ മാതാവിൻ്റെ ഇപ്പം ഞാൻ ഉടമ്പടി 8ാമതാണ് പുതുക്കിയിരിക്കുന്നത്. ഇനിയും എൻ്റെ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ അടുത്തുള്ള ഒരു മരിയൻ സദനം എന്ന് പറയുന്ന സദനത്തിൽ പോകാറുണ്ട്. അവിടെ പോയി രോഗികളെ കുളിപ്പിക്കുക, ബെഡ്ഷീറ്റ് മാറ്റുക, അവിടെയുള്ള തുണികളൊക്കെ വിരിച്ചു കൊടുക്കുക, തറയൊക്കെ തുടയ്ക്കുക, തൂത്തുവാരുക, അങ്ങനെയുള്ള ജോലികളെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ചിലർക്കൊക്കെ മരുന്നുകളെല്ലാം വാങ്ങി കൊടുക്കാറുണ്ട്, ഇൻഹേലർ, ടാബ്ലറ്റുകൾ അങ്ങനെ വാങ്ങി കൊടുക്കാറുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ. പിന്നെ ഞാൻ മാസത്തിൽ ഭക്ഷണപ്പൊതികൾ കൊടുക്കാറുണ്ട്. എൻ്റെ ഭർത്താവും എൻ്റെ മോനും ഇതിനെല്ലാം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഇവരാണ് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നതും തിരികെ കൊണ്ടുവരുന്നതും. പിന്നെ ഞാൻ ബൈബിൾ ദിവസവും വായിക്കാറുണ്ട്. രാവിലെ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൃത്യസമയത്ത് കൂടാറുണ്ട്. വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥന കൂടാറുണ്ട്. ജപമാല ചൊല്ലുന്നുണ്ട് ദിവസവും. പിന്നെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൃത്യ ദിവസം തന്നെ കൂടാൻ ശ്രദ്ധിക്കാറുണ്ട്. മിക്കവാറും ചൊവ്വാഴ്ച തന്നെ ലൈവായിട്ട് കൂടുകയാണ് പതിവ്. ഈ കൃപകളെല്ലാം തന്ന മാതാവിനും ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ദൈവമാതാവിനെ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷപ്പെടുത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും 100,000 കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ചെറുപ്പം മുതലേ ദൈവത്തെ തേടി നടക്കുന്ന ഒരു ഹിന്ദുവായ വ്യക്തിയായിരുന്നു. പല പ്രാർത്ഥനകളും എല്ലാം ചൊല്ലുമായിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു ദൈവത്തെ കണ്ടെത്തിയത്, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന്, നമ്മുടെ കണ്ണീരൊപ്പാൻ ഒരു ദൈവമുണ്ടെന്ന് ഇവിടെ കൃപാസനം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട മാതാവ് ഉണ്ടെന്നറിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് അതറിഞ്ഞത്. ഇപ്പോഴെന്ത് പ്രശ്നം വന്നാലും എനിക്ക് പേടിയില്ല. കാരണം നമ്മുടെ ദൈവമാതാവും ഈശോയും കൂടെ ഉണ്ടല്ലോ. ദൈവമാതാവ് ഈശോയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് നമ്മളെ രക്ഷിച്ചുകൊള്ളല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ള ഒരു ബലമായ ധൈര്യം, ഒരു ചിന്ത എനിക്ക് ഉണ്ട്. ദൈവമാതാവും ഈശോയും ഓരോ ദിവസവും എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും തന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ എണ്ണിയാൽ തീരാത്ത കൃപകളോർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും 100,000 കോടാനുകോടി ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായ നന്ദി പറയുന്നു. ദൈവമാതാവിനും പരിശുദ്ധ അമ്മ മാതാവിനും എല്ലാവർക്കും 100,000 നന്ദി പറയുന്നുണ്ട്. മകളെ,
നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി. സമാധാനത്തോടെ പോവുക, നിൻ്റെ വ്യാധിയിൽ നിന്നും മോചിതയായിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വചനമാണ്. സൗഖ്യം നൽകിയത് ഈശോയാണ്, പക്ഷെ അതിന് വാതിൽ തുറന്നത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും വിഷമങ്ങൾക്കും ഉള്ളപ്പോൾ ഈ സമയങ്ങളിലെല്ലാം രക്തസ്രാവ സ്ത്രീയെപ്പോലെ അവൻ്റെ വസ്ത്രത്തെ തൊട്ടാൽ ഞാൻ സുഖപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ഈശോയുടെ അരികിലേക്ക് വരികയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ ആ ദിവ്യ ഈശോയുടെ ഒരു കരസ്പർശനത്തിന് വേണ്ടിയിട്ടാണ്. ആ ഈശോയെ ഒന്ന് തൊട്ടാൽ ഞാൻ സുഖപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെയാണ് നാം ഓരോരുത്തരും അമ്മയുടെ സന്നിധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എത്തുന്നത്. നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തട്ടെ എന്നാണ് ഈശോ ആ സ്ത്രീയോട് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നമ്മളോടും ഈശോ പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തട്ടെ എന്നാണ്. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ്. നമുക്കും വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും ഭയങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾക്കും ആ ശബ്ദം കേൾക്കാം, മകളെ നിൻ്റെ വിശ്വാസം, മകനെ നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയെന്ന്. സുജാത അനിൽ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ ആദ്യമായി ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തെ പറ്റിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 9 ദിവസത്തോളം യൂറിൻ ബാഗുമായിട്ട് പ്രത്യേക ഒരു അവസരത്തിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു 4 ഹോസ്പിറ്റലിൽ നിന്നും സജസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ സർജറി മാത്രമാണ്. പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ വന്നപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഇല്ലായിരുന്നു, യൂറിനറി പ്രോബ്ലം എന്ന് പറഞ്ഞതുകൊണ്ട് കാണുവാൻ സാധിച്ചില്ല. പിന്നീട് യൂറിനറി ബാഗുമായിട്ടാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാൻ വരികയും അങ്ങനെ ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി 9 മാസം സാധിക്കാത്ത കാര്യമാണ് 2 ദിവസത്തിനകം ആ കൈവെപ്പ് ശുശ്രൂഷ വഴി ഈശോയും അമ്മയും സുഖപ്പെടുത്തിയത്. നമുക്കറിയാം, പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നാം കണ്ണീരോടെ വരുമ്പോൾ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ സംരക്ഷണവും ഈശോയുടെ സ്നേഹവുമാണ് നാം ഈ ആലയത്തിൽ നിന്ന് അനുഭവപ്പെടുന്നത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫ് അച്ഛൻ്റെ ആ ആത്മീയ ജീവിതത്തിൻ്റെ ആസ്തിയിലാണ് ഒരുപക്ഷെ അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ ആത്മീയ ആസ്തിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും. ഈ മക്കൾ ഇതുപോലെ തന്നെ 9 മാസം ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി 4 ഹോസ്പിറ്റലിൽ നിന്ന് സർജറി പറഞ്ഞു. അതൊന്നുമില്ലാതെ 9 മാസം വേറെ 2 ദിവസം കൊണ്ട് ഈശോ തൊട്ട് സുഖപ്പെടുത്തുകയായിരുന്നു. ബൈബിളിൽ പറഞ്ഞ സ്ത്രീയോട് പറഞ്ഞതുപോലെ നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ നാം കണ്ണീരോടെ ഈ കാലത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ഈശോ ഈ മക്കളോടും പറഞ്ഞത് നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയെന്നാണ്. അതുപോലെ തന്നെയാണ് 10 വർഷം വിൽക്കാൻ സാധിക്കാത്ത കാര്യം തക്ക സമയത്ത്, അതായത് ഒരു സ്ഥലം വിൽക്കാനും വേറൊരു സ്ഥലത്ത് ജപ്തിയുമാണ്. ആ ജപ്തിയുടെ ഡേറ്റ് വരികയും 10 വർഷം വിൽക്കാത്ത ആ സ്ഥലം ആ തക്ക സമയത്ത് വിൽക്കാൻ സാധിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലായിരുന്നു. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ ഇടപെടൽ വളരെ പെട്ടെന്നാണ്. കാരണം നമ്മുടെ ആവശ്യ നേരത്ത് നമ്മൾ കണ്ണീരോടെ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ദൈവം. ഉടമ്പടിയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലും ഇന്നത്തെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഏറ്റവും നല്ല വിളി കേൾക്കുന്ന ഒരു വലിയ വഴിയാണ് ഉടമ്പടി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഈശോയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരമ്മയുടെ ഒരു സാന്നിധ്യമാണ് നമ്മുടെ ഓരോ ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെയും ജപ്തി കൂടാതെ തന്നെ പരിശുദ്ധ അമ്മ 10 വർഷം നടക്കാത്ത കാര്യമാണ് പെട്ടെന്ന് തന്നെ ആ സ്ഥലം വിൽക്കാൻ സാധിക്കുകയും അവിടെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെയാണ് രോഗസൗഖ്യത്തിൻ്റെ കാര്യം, മകൻ്റെ കാര്യവും. പാൻക്രിയാസിൻ്റെ ഹോസ്പിറ്റലുകളിൽ പോയി, ഇവിടെ തന്നെയല്ല വിദേശത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പിന്നെ നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഫലമുണ്ടായില്ല. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ വന്ന് ജോസഫ് അച്ഛനെ കാണുകയും വിദേശ രാജ്യത്തെ ട്രീറ്റ്മെൻറ്റും നാട്ടിലെ ട്രീറ്റ്മെൻറ്റും നടക്കാതായപ്പോഴാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛൻ സൈത്ത് തേച്ച് ജോസഫ് അച്ഛൻ സൈത്ത് തേച്ച് മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ആ രോഗം വന്നിട്ടില്ല. അതും പൂർണ്ണമായിട്ടൊരു രോഗസൗഖ്യമാണ് ഈശോ നൽകിയത്. ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ ജോസഫ് അച്ഛൻ്റെ
ആ പരിശുദ്ധ അമ്മയെ കാണുവാനുള്ള ഒരു അനുഗ്രഹമാണ് ജോസഫ് അച്ഛന് കിട്ടിയത്. ആത്മീയമായിട്ടുള്ള അത്രയും ഡിപ്പോസിറ്റ് ഉള്ളത് കൊണ്ടാണ് അച്ഛന് ആ അനുഗ്രഹം കിട്ടിയത്. ആ അനുഗ്രഹത്തിൽ നിന്നാണ് നമുക്കുള്ള അനുഗ്രഹം ലഭിക്കുന്നത്. നമുക്ക് ആ അനുഗ്രഹം ലഭിക്കുന്ന ഉടമ്പടിയിൽ കൂടിയാണ്. ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നയിക്കുമ്പോഴാണ് നമുക്കും ഈശോയുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നത്. സുജാത അനിൽ എന്ന സഹോദരിയുടെ 8ാമത്തെ പുതുക്കലാണ്. ഉടമ്പടിയിൽ തുടർച്ചയായിട്ടുള്ളൊരു ജീവിതമാണ്, നിലനിൽക്കുന്ന ഒരു ജീവിതം. അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ തന്നെ ഈശോയും അമ്മയും ഏറ്റെടുക്കുന്നത്. മകനുള്ള ജോലിയും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാവുന്ന ഒരു ജോലി വെറും 3 ദിവസം കൊണ്ടാണ്. നമ്മൾ എത്രയോ നാളാണ് വിദേശ ദേശത്തേക്ക് ഒരു ജോലിക്ക് നോക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെയും അമ്മ പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച പറയാണ്, മോൻ പറയാണ് ഒരു ജോലി അവിടെയുണ്ട്. പെട്ടെന്ന് തന്നെ വിതിൻ 3 days, അതായത് ഇവിടെയാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ വീണ്ടും ഇടപെടുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണാവുന്ന ഒരു വലിയ കാര്യമാണ് സമയചുരുക്കം. വിതിൻ 3 days മോന് ഒമാനിൽ പോവുകയും തിരിച്ചു വരികയും വർക്ക് ഫ്രം ഹോമുള്ളൊരു നല്ലൊരു ജോലി കിട്ടി ഈശോയെ അമ്മയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഈശോയും അമ്മയും നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് ഉടമ്പടി ജീവിതം. നമുക്കെല്ലാവർക്കും ആ ഉടമ്പടി ജീവിതത്തിലേക്കുള്ള ആ ഇൻവിറ്റേഷൻ, ആ വിളി കിട്ടിയെങ്കിൽ നമ്മളൊരു തിരഞ്ഞെടുത്ത ജനമായതുകൊണ്ടാണ്. മറ്റുള്ള ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്. കാരണം നമ്മൾ ഉടമ്പടി മക്കളാണ്. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യമാണ്, നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും കരുതലുമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കും വിശ്വാസത്തോടെ ദൈവത്തോടും ചേർന്ന് നിൽക്കാം. നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും ഭയങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുത്തെ ദിവ്യ സ്പർശനം നമ്മെ സുഖപ്പെടുത്തുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആ മകനെ മകളെ എന്നുള്ള വിളി നമുക്ക് ശ്രവിക്കാൻ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാനും ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുജാത അനിലിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്കും ഈ മകള് സാക്ഷി നിർത്തിയത്, ദൈവത്തെ ഞാൻ തേടി നടന്നു, അന്വേഷിച്ച ദൈവത്തെ ഞാൻ കണ്ടെത്തി. എവിടെയാ? പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നപ്പോഴാണ് തേടി നടന്ന ആ ദൈവത്തെ കണ്ടെത്താൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുജാത അനിലിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ശ്വേത, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരി ജസ്റ്റിയും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് BSc നഴ്സിംഗ് പഠിച്ചത്. ഇപ്പോൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷത്തോളം ആയി. 1 വർഷം ഇവിടെ ജോലി ചെയ്തു. ഇനി പുറത്തേക്ക് എവിടെയെങ്കിലും നോക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പഠിച്ചിറങ്ങിയ സമയം എന്ന് പറയുന്നത് എല്ലാ കൺട്രികളും അടച്ചു. ഇനി നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് അങ്ങോട്ടേക്ക് ഇല്ല എന്നുള്ളൊരു ഈ സമയങ്ങളിലാണ് ഞങ്ങൾ പഠിച്ചിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആലോചിച്ച് എങ്ങോട്ട് പോകണം. അപ്പോഴും ഈശോയോടാണ് ചോദിച്ചത്. ആദ്യമേ ഞാൻ ഈശോയോട് ഞങ്ങളുടെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു, എങ്ങോട്ടേക്ക് ഇനി പോകണം. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. ഞങ്ങൾ ദുബായിലേക്ക് പോകണമെങ്കിലും ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഒരുപാട് കടമ്പകൾ കഴിഞ്ഞാൽ മാത്രമേ അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിലൊന്നാമത്തേതായിരുന്നു DSA എക്സാം. അപ്പോൾ എക്സാം എന്ന് പറയുമ്പോഴും നമുക്ക് ഉറപ്പില്ല അങ്ങോട്ടേക്ക് തന്നെയാണോ എന്നെ നിയോഗിച്ചിരിക്കുന്നതെന്ന്. ദൈവം അങ്ങനെയാണ് വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചത്. എക്സാം ഡേറ്റ് എടുത്തതും ഈശോയോട് ചോദിച്ചിട്ട് തന്നെയാണ്. ഞങ്ങൾ ഫെബ്രുവരിയിൽ എക്സാം ഡേറ്റ് എടുത്തു. എക്സാം ഹോളിൽ ചെന്നതും അത്യാവശ്യം നല്ല പാടുള്ള എക്സാം തന്നെയാണ് DSA. ഞങ്ങൾ എക്സാം ഹോളിൽ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചാണ് എടുത്തുകൊണ്ടാണ് പോയത്. പക്ഷെ അത് എക്സാം ഹോളിൽ നമുക്ക് ഒരു സാധനങ്ങളും കയറ്റാൻ പാടില്ല. എങ്കിലും ഞങ്ങൾ ഒരു കണക്കിന് കയ്യിലൊക്കെ ഉപ്പ് ഒരുവിധം ആക്കി അതായിട്ടാണ് എക്സാം ഹോളിൽ കയറിയതും കമ്പ്യൂട്ടറിൽ കുരിശ് വരച്ച് ഉടമ്പടി ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് ഇതിലെന്ത് വന്നാലും ഞങ്ങൾക്ക് ഉത്തരമായിട്ട് മാത്രം സെലക്ട് ചെയ്യാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചാണ് എക്സാം എഴുതിയത്. എക്സാം അത്യാവശ്യം പാട് തന്നെയായിരുന്നു. എക്സാം മാതാവിൻ്റെ ഈശോയുടെയും കൃപ കൊണ്ട് അന്ന് വൈകിട്ട് തന്നെ റിസൾട്ട് വന്നു. പാസ്സായി ഞങ്ങൾ രണ്ടുപേരും. എന്നാൽ അത് മാത്രമായിരുന്നില്ല അങ്ങോട്ടേക്ക് പോകാനോ, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ദുബായ് എംബസിയിലേക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സൊക്കെ അയക്കും. അവിടെ ചെന്നിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് അവർ അപ്രൂവ് ചെയ്യണം നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ. അതിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 1 വർഷമാണ് ഞാൻ ഇവിടെ എക്സ്പീരിയൻസ് എടുത്തേക്കുന്നത്. ബാക്കി 6 മാസം ഞാൻ വീട്ടിലായിരുന്നു. എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. വീട്ടിൽ ഈ DSA പ്രോസസ്സിങ്ങിൻ്റെ ഇതിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഗ്യാപ്പായി. അങ്ങനെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അങ്ങനെ ഞാൻ
ഓക്കെ, അവർ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ തിരിച്ചയച്ച് നോക്കാം, വീണ്ടും റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ അറിയില്ല എന്താവുമെന്ന്. ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചു, കാരണം എൻ്റെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ തടസ്സം, അതെന്താ ഇങ്ങനെ വൈകിക്കുന്നതെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു. അപ്പോഴും എനിക്കൊരു ഉത്തരം കിട്ടിയില്ല. പിന്നെ ആ സമയത്താണ്, ഇപ്പോൾ ഞങ്ങൾ എക്സാം പാസ്സായത് ഫെബ്രുവരിയിലാണ്. ഈ എലിജിബിലിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാർച്ചിനുള്ളിൽ പോകാമായിരുന്നു. പക്ഷേ അത് വൈകിയത് ഒരു കണക്കിന് നന്നായി. ദൈവം ഒരു കാര്യം വൈകിക്കുന്നതിന് അത് വേറൊരു അനുഗ്രഹം അവിടെ കാത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പറ്റി വേറൊരു പ്ലാൻ അവിടെ ദൈവത്തിനുണ്ടാവും. അതെനിക്കത് മനസ്സിലായി. കാരണം ആ സമയത്തായിരുന്നു യുദ്ധം വന്നത്. ഇപ്പോൾ ഞങ്ങൾ ഫെബ്രുവരിയിൽ ഉടനെ ടിക്കറ്റൊക്കെ എടുത്ത് പോയിരുന്നെങ്കിലും അവിടെ ഇൻ്റർവ്യൂ ഒക്കെ എല്ലാം പോസ്റ്റ്പോണ്ടായി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയമായിരുന്നു. അവിടെ ഞങ്ങൾ 2 മാസത്തോളം വെറുതെ ഇരിക്കേണ്ടി വന്നേനെ. ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പൈസ നഷ്ടവും സമയനഷ്ടവും, പിന്നെ ഞങ്ങൾക്ക് വീണ്ടും ഗ്യാപ്പ് കൂടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവം ആ ഒരു കാര്യത്തിന് വേണ്ടി ആകാം അത് വൈകിച്ചത്, എലിജിബിലിറ്റി വരാൻ. അത് കഴിഞ്ഞാണ് ആ യുദ്ധത്തിൻ്റെ ഇത് പ്രഖ്യാപിച്ച സമയത്താണ് എനിക്ക് എലിജിബിലിറ്റി വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടായിരിക്കണം, ചിലപ്പോൾ ദൈവം എല്ലാം മുൻകൂട്ടി കണ്ടതായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു മെഡിക്കൽ എന്ന് പറയുന്നത്. മെഡിക്കൽ ഇല്ലാതെ നമുക്കൊരു രാജ്യത്തേക്കും പോകാൻ പാടില്ല, അത് ഫിറ്റായിരിക്കണം നമ്മൾ. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 5 തവണയെങ്കിലും കോവിഡ് വന്നിട്ടുള്ള ഒരാളാണ്. ആ സമയത്ത് ശ്വാസം ചെറുതായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. എനിക്ക് അങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ ഫൈബ്രോസിസ് പോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്നോട് ഡോക്ടർ സ്റ്റെറോയിഡ്സ് എടുക്കണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ എടുത്തില്ല. കാരണം അത് എടുത്തു കഴിഞ്ഞാലും വേറെ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ ആ സമയം ആയതുകൊണ്ട് തനിയെ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്തെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ അത് അത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഈ മെഡിക്കലിൽ അവർ പറഞ്ഞ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഫൈബ്രോസിസ്, TB അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നമ്മുടെ ലങ്സിലുണ്ടെങ്കിൽ അത് അവർ റിജക്റ്റ് ചെയ്യും, മെഡിക്കൽ ഫിറ്റ് ആവില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അവിടെ മെഡിക്കൽ എടുക്കാൻ ചെന്നപ്പോഴും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് നമ്മുടെ നോർമൽ എക്സ്റേ എന്നൊക്കെ പറയുന്ന ഫിസിഷ്യൻ ആയിരിക്കും നോക്കുന്നത്, പക്ഷേ മെഡിക്കലിൻ്റെ എക്സ്റേ എന്ന് പറയുന്ന റേഡിയോളജിസ്റ്റ് തന്നെയാണ് നോക്കുന്നത്. അവർ ചെറിയൊരു ഇതുണ്ടെങ്കിൽ പോലും അത് അപ്രൂവ് ചെയ്യില്ല. അപ്പം എനിക്കിതറിയാം, കാരണം ഞാൻ ഓൾറെഡി എക്സ്റേ ഒക്കെ എടുത്തിട്ടാണ് നേരത്തെ നോക്കിയപ്പോഴും കഫമുണ്ട്, ചെറുതായിട്ട് ഇൻഫെക്ഷനൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തുമ്മലും ജലദോഷമൊക്കെ വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരാളായിരുന്നു. ഞാനപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചു, കാരണം ഇത്രയും വരെ ആക്കി, ഇനി മെഡിക്കൽ കൊണ്ട് റിജക്റ്റ് ആയി പോകുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സ്റേ എടുക്കാൻ വേണ്ടി കയറിയതും ഞാൻ എൻ്റെ നെഞ്ചിൽ തൈലം, അമ്മ മാതാവിൻ്റെ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെയാണ് ഞാൻ കയറിയത് അകത്ത്. അപ്പോഴും അവർ പറഞ്ഞു വൈകിട്ടേ റിസൾട്ട് ആവുള്ളൂ. ആ സമയത്തും നല്ല ടെൻഷനായിരുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇത് ജപം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പക്ഷേ വൈകിട്ട് തന്നെ വന്നു, റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. അതിൻ്റെ ഒരു ഇതുപോലും അവർ പറഞ്ഞു കണ്ടില്ല എന്ന്. അതിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. കാരണം ഇതൊക്കെ ദൈവത്തിൻ്റെ ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം മനുഷ്യർക്ക് കൊണ്ടൊന്നും സാധിക്കില്ല. കാരണം ഞാൻ അതിനുവേണ്ടി മെഡിസിൻസ് എടുക്കുകയോ ഫൈബ്രോസ് മാറാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതെല്ലാം ചെയ്തത് ആ അമ്മ മാതാവിൻ്റെ തൈലവും അമ്മ മാതാവിൻ്റെ ഉപ്പും ഇതൊക്കെ കൊണ്ട് മാത്രമാണ്, അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്തെങ്കിലും അസുഖം വന്നാലും വീട്ടിലിപ്പോൾ മമ്മി ആയാലും ആരായാലും ആദ്യമേ ഉടമ്പടി തൈലം എടുത്തായിരിക്കും, രാത്രി കിടക്കുന്നതിന് മുന്നേ ആണെങ്കിലും തൈലം ഉപയോഗിച്ചായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ മമ്മിക്കാണെങ്കിലും മമ്മി ഉടമ്പടി എടുത്തിട്ട് ആളാണ്. എന്തെങ്കിലും കാലുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ തൈലം പൂശി പ്രാർത്ഥിക്കും. ആ സമയം തന്നെ അത് മാറും. അത് വല്ലാത്തൊരു വിശ്വാസമാണ് വീട്ടിലെല്ലാവർക്കും. അതുപോലെ തന്നെ ഞങ്ങൾ 2 പേരും ഇത്രയും കടമ്പകളല്ല, ഇതിലും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം മാറി ഞങ്ങൾ ഈ വരുന്ന ചൊവ്വാഴ്ച ദുബായിലേക്ക് പോവുകയാണ്. അവിടെ ജോലി ഒരുക്കി വെച്ചിരിക്കുന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി ഇതായിട്ട് ഞാൻ അനാഥാലയ അച്ഛനും അമ്മയും മാത്രമുള്ള വൃദ്ധ ആളുകൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് പോയി അവിടെ ഞങ്ങൾ പോയി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെറിയ അവർക്ക് സഹായമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി പത്രം കൊടുക്കുമ്പോഴും അത് മാത്രമായിട്ടല്ല കൊടുക്കുന്നത്, ഞാനായിട്ട് ഒരു വചനം ബൈബിൾ തുറന്ന് അപ്പോൾ വരുന്ന നല്ലൊരു വചനം എഴുതി അതൊരു ചെറിയ പേപ്പറിലാക്കി എഴുതി അത് സ്റ്റാപ്ലർ ചെയ്ത് എല്ലാ പത്രത്തിലും വെക്കും. എന്നിട്ട് അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴാണെങ്കിൽ ആളുകൾ പറയും അത് ചെയ്യുമ്പോൾ മോളെ ദൈവം കുറച്ചും കൂടി അനുഗ്രഹിക്കും, അനുഗ്രഹമുണ്ട് മോൾക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയുമ്പോൾ ഒരു വിശ്വാസമാണ്. കാരണം ഞാൻ ദൈവത്തിൻ്റെ വചനമാണ് എന്നിലാൽ കഴിയുന്ന വിധം ചില സമയങ്ങളിൽ ഞാൻ കൊടുക്കാൻ മടിച്ചിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ചില സമയങ്ങൾ വാങ്ങി വെച്ചിട്ട് അതവിടെ ഇരുന്ന് പോവുകയും, പക്ഷെ ഞാൻ അതെല്ലാം മറന്ന് എൻ്റെ കയ്യിലുള്ള എല്ലാ പത്രവും വീട്ടിലുള്ള എല്ലായിടത്തും എടുത്ത് ഞാൻ അതെല്ലാം ദൈവത്തിൻ്റെ വചനം എഴുതി സ്റ്റാപ്ലർ ചെയ്താണ് ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരുന്നത്.
അത് എന്നിലുള്ള വിശ്വാസം, അത് കിട്ടുന്നവർക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. ശ്വേത എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ മകൾ പങ്കുവച്ചത്. BSc നഴ്സിങ്ങിന് ശേഷം വിദേശത്ത് ജോലി തേടി അവിടെ പോകാം എന്നുള്ള വലിയ ആശയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവരുടെ എല്ലാ വിസ പ്രോസസ്സിങ്ങിനെ കുറിച്ചുള്ള പ്രാർത്ഥനകൾ നേർന്നതും ഉടമ്പടി വളരെ ശക്തമായി പ്രാർത്ഥിച്ചതുമെന്ന് മകളിവിടെ ഏറ്റുപറയുകയായിരുന്നു. നാം ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ആസ്തി എന്തുമാത്രമുണ്ട്. നമ്മൾ ഒരു വീടിന് വേണ്ടി ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സിവിൽ സ്കോർ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കടമെടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഒരു സമ്പത്തുണ്ടോ? അവിടെയാണ് നമ്മുടെ സമ്പത്ത് നമ്മൾ കൂട്ടിവെക്കുന്നത്. കാരുണ്യ പ്രവൃത്തിയിലൂടെയും ഈശോയെ പ്രഖ്യാപിക്കുന്നതിലൂടെയുമുള്ള നമ്മൾ സമ്പത്ത് കൂട്ടിവെക്കുന്നതിലാണ് ഉടമ്പടി ജീവിതം വിജയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്വേത ചെയ്തതും അത് തന്നെയാണ്. സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ, പരിശുദ്ധ അമ്മ സമയത്തെ ക്രമീകരിച്ചു കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. സമയച്ചുരുക്കത്തേക്കാൾ കൃത്യസമയത്ത് കൊറോണ വരുന്നതും യുദ്ധം വരുന്നതുമെല്ലാം എനിക്ക് അനുകൂലമായി എന്ന് മകൾക്ക് മനസ്സിലാക്കാൻ മാത്രം ശ്വേതയുടെ ഹൃദയത്തെ പരിപക്വമാക്കുകയും അതിനെയെല്ലാം അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവസ്നേഹത്താൽ അവയെ ഏറ്റെടുക്കുവാനുള്ള വലിയ കൃപ മകൾക്ക് ലഭിച്ചതായിട്ടാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റുപറയുന്നത്. എത്ര തന്നെ എലിജിബിലിറ്റി ഇല്ലെന്ന് ആര് തന്നെ അവരോട് മനസ്സിലാക്കി കൊടുത്താലും അല്ലെങ്കിൽ ആരെങ്കിലും അത് പറഞ്ഞാൽ തന്നെയും മെഡിക്കൽ ഫിറ്റ്നസ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിലും വിസ പ്രോസസ്സിങ് ലേറ്റ് ആവുകയാണ്, ഡിലേ ആവുകയാണ് എന്നെല്ലാം അറിയുമ്പോഴും എന്നെ പരിപാലിക്കുന്ന ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമയത്തിൻ്റെ പൂർത്തിയിൽ എനിക്കെല്ലാം ചെയ്തു തരും. എനിക്ക് ആവശ്യമായത് ആ സമയത്തിൻ്റെ പൂർത്തിയിൽ. കാരണം ഞാൻ ഒരു ദൈവത്തിൻ്റെ അച്ചിട്ട എനിക്ക് മുദ്ര പ്രാപിച്ച ഒരാളാണ്, ഉടമ്പടിയിൽ മുദ്ര വെച്ച ആളാണെന്നുള്ള വലിയ ഉറപ്പുള്ള വലിയ ബോധ്യമുള്ള മകളാണ് ശ്വേത. അതുകൊണ്ട് തന്നെ മകളേറ്റു പറയുന്നത് എനിക്ക് ഈ വിസ ലഭിച്ചിരിക്കുന്നത്, ജോലി ലഭിച്ചിരിക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ്. നമുക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയോടൊപ്പം ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് നാം എപ്പോഴൊക്കെ ഏറ്റുപറയുന്നുവോ അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയെപ്പോലെ അടുത്ത സ്തോത്രഗീതം പാടാൻ നമുക്ക് സാധിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അബ്രാഹത്തോടും സന്തതികളോടും ചെയ്ത വാഗ്ദാനം അവിടുന്ന് നിറവേറ്റും. നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാ കണ്ണുനീരിനെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നൽകാം. ശ്വേതയ്ക്കും കൂട്ടുകാരിക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും നല്ല